ഹായ്, വെൽക്കം ടു കെൻമി ഡിജിറ്റൽ അക്കാഡമി. നിങ്ങളൊരു ബിസിനസ് നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ, അതായത് സെയിൽസ്, പ്രോഫിറ്റ്, ഗ്രോത്ത് എന്നീ കാര്യങ്ങളൊക്കെ ഇല്ലേ. ഇതിന് മെയിനായിട്ട് വേണ്ട ഒരു ഘടകമുണ്ട്, അതായത് ട്രസ്റ്റ്, വിശ്വാസം. ജനങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനോടുള്ള വിശ്വാസം, അതാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത്. അതില്ല എങ്കിൽ എല്ലാ ബിസിനസ്സും ഡള്ളായി തുടങ്ങും. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊരു ലോങ് ടേമിലേക്കുള്ള ബിസിനസ് അല്ലേ. ഒരിക്കലും നമ്മൾ തുടങ്ങി പെട്ടെന്ന് തന്നെ തീരണമെന്ന് ആഗ്രഹിക്കില്ലല്ലോ. നമ്മളെപ്പോഴും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് ജനങ്ങൾക്ക് ആവശ്യമുള്ളൊരു ബിസിനസ് ആകണം, അതുപോലെ തന്നെ നമുക്ക് സെയിൽസ് കൂട്ടണം, പ്രോഫിറ്റ് വേണം, നല്ലൊരു ഗുഡ് വില്ല് കിട്ടണം എന്നീ ചിന്തകൾ വെച്ചിട്ടാണ് നമ്മളെല്ലാവരും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും വേണ്ടി ഒരുപാട് ടിപ്സ് ഉണ്ട്. അതിലൊരു മൂന്നാലെണ്ണം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, ഓഫർ എ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി. അതായത് കസ്റ്റമേഴ്സിനും ബിസിനസ്സിനും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നതും അഫോർഡബിളുമായ ഒരു ഗ്യാരണ്ടി നമ്മളെപ്പോഴും കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി കൊടുക്കുന്ന സമയത്ത് അത് കമ്പനിക്ക് ഒരിക്കലും ഒരു നഷ്ടമുള്ളതുമാകരുത്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ആവശ്യമില്ലാത്തതുമാകരുത്. അവർക്ക് ആവശ്യമുള്ളതും നമുക്ക് നഷ്ടമില്ലാത്തതുമായ ഒരു ഗ്യാരണ്ടി എപ്പോഴും നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. അത് അവർക്കൊരു ഹെൽപ്ഫുള്ളും ആകും, നമ്മുടെ ബിസിനസ്സിന് ഒരു ഗ്രോത്തുമാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹൈലൈറ്റ് യുവർ പ്രോഡക്റ്റ് സർട്ടിഫിക്കറ്റ്സ് ഓർ അവാർഡ്സ്. നിങ്ങളുടെ പ്രൊഡക്റ്റിന് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ബിസിനസ്സാണ് നടത്തുന്നുണ്ടെങ്കിൽ അതിന് കിട്ടിയ എല്ലാ സർട്ടിഫിക്കറ്റ്സും അവാർഡ്സും കസ്റ്റമേഴ്സ് അറിയണം, ജനങ്ങൾ അറിയണം. അതായത് അത് അറിയുന്നതോടുകൂടി അവർക്ക് നിങ്ങളുള്ള ഒരു വിശ്വാസം കൂടുകയാണ് ചെയ്യുക. ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് നല്ല രീതിയിലുള്ള ഒരുപാട് സർട്ടിഫിക്കറ്റ്സും അവാർഡ്സും കിട്ടിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കസ്റ്റമർ എന്ന രീതിയിൽ എൻ്റെ മനസ്സിൽ തോന്നും, ഞാൻ വാങ്ങാൻ പോകുന്ന പ്രൊഡക്റ്റിന് ഇത്രയൊക്കെ സർട്ടിഫിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട്, ഓക്കെ. അതൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതോട് കൂടി തന്നെ നമുക്ക് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കസ്റ്റമർ എന്ന രീതിയിൽ നമുക്കൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബിസിനസ് എന്ന രീതിയിൽ അവർക്ക് ഗ്രോത്തിനും ആവശ്യമുള്ളതാണ്. ഓക്കെ. പിന്നെ അടുത്തതാണ് പ്രൊവൈഡ് ഷിപ്പിംഗ് ഇൻഫർമേഷൻ. ഇപ്പം നമുക്കറിയാം ഇന്ന് ഒരുപാട് ബിസിനസ്സുകൾ ഇത് നടത്തുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റിന് എന്ത് ചെയ്യുക, ഷിപ്പിംഗ് നമ്മൾ കൊടുക്കുക. അതായത് ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷിപ്പിംഗ് ഇൻഫർമേഷനും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമ്മൾ കസ്റ്റമേഴ്സിനും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നിലവിൽ ഒരുപാട് ബിസിനസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ് ഇതുവരെ തുടങ്ങിയിട്ടില്ല എങ്കിൽ അത് തുടങ്ങുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അത് കസ്റ്റമേഴ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം ഇപ്പോൾ നമ്മളൊരു സാധനം ഓർഡർ ചെയ്തിട്ട് അത് എവിടെ എത്തി, അതിൻ്റെ ബാക്കിയുള്ള നിലവിലെ കറൻറ്റ് ഡീറ്റെയിൽ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് വളരെയധികം കസ്റ്റമേഴ്സിന് ഹെൽപ്ഫുൾ ആയൊരു. അടുത്തതാണ് ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ട്. അതായത് സെയിൽസ് കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ടുള്ള റിലേഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് നമ്മുടെ ഗ്രോത്തിന് വീണ്ടും ആവശ്യം വരും. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അത് നമ്മളൊരു കസ്റ്റമർ വാങ്ങി കൊണ്ടുപോയി കഴിഞ്ഞാൽ അതോടുകൂടി ആ ഒരു കസ്റ്റമറിനായിട്ടുള്ള റിലേഷനെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടരുത്. നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് വീണ്ടും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടോ സർവീസിനെ ബേസ് ചെയ്തിട്ടോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ചെയ്ത് കൊടുക്കുക. നല്ലൊരു റിലേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതോടുകൂടി ചിലപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് സെയിൽ ചിലപ്പോൾ ആ ഒരു കസ്റ്റമറിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് വന്നേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മേ ബി ആ ഒരു കസ്റ്റമർ തന്നെ നമുക്ക് നല്ലൊരു അസറ്റായി മാറിയേക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ കെൻമി ഡിജിറ്റൽ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടുകൂടി തന്നെ നമ്മുടെ കെൻമി ഡിജിറ്റൽ അക്കാഡമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. താങ്ക്